രാത്രി മുഴുവനും അധ്വാനിച്ചു. And he labored all night for trying to catch fish. പക്ഷേ രാവിലെ ആയിട്ട് ഒന്നും കിട്ടിയില്ല. And until morning all night he labored and he caught nothing. പ്രഭാതത്തിൽ യേശു വന്നിട്ട് And Jesus came in the morning and said, അവനോട് പറഞ്ഞു വലതുവശത്തേക്ക് വല വീശുക. he asked him to put your net on the right side of the boat. വലതുവശത്തേക്ക് വല വീശിയപ്പോ And as he cast the net into the sea, രണ്ട് പടകും മുങ്ങാറാകുവോളം ലഭിച്ചു. he caught a catch of fish that made two boats sink. അന്ന് തൊട്ട് പത്രോസ് ഇവനെ ശ്രദ്ധിച്ച് നോക്കാൻ തുടങ്ങി. From that day Peter began to observe very carefully. പത്രോസ് കണ്ടു. Peter saw. തന്റെ അമ്മാവിയമ്മയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അവിടെ വന്ന രോഗിയെ സൗഖ്യമാക്കി. And when his mother-in-law was sick, he came and healed his mother-in-law. മരുഭൂമിയിൽ 5 അപ്പം ഉള്ളപ്പോൾ 5000ങ്ങൾക്ക് കൊടുത്തു. And he multiplied five loaves and 2 fishes to thousands of people in the wilderness. വേറൊരു പ്രാവശ്യം 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചു. And another occasion 7 loaves he multiplied and fed 4,000 people. ശ്രദ്ധിച്ചു നോക്കിയ പത്രോസിന് ഒരു കാര്യം മനസ്സിലായി. Peter observed Jesus carefully and he came to a conclusion. 1 പത്രോസ് 5:7 അദ്ദേഹം അത് എഴുതി വെച്ചു. 1 Peter 5:7 he wrote that down. 3.5 വർഷം ഞാൻ അവന്റെ കൂടെ നടന്നു. I walked with him for 3 years. അത് കഴിഞ്ഞ അവൻ എന്നെ നടത്തി. And after that he led me. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. When I considered him carefully I understood. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാ. He is a God who cares for you. നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. Because he cares for you, cast all your burdens upon him. ഇന്ന് പകൽ വന്നവരോടെല്ലാം പറയാം. Let me tell everyone who has gathered here this അവൻ morning. നിങ്ങൾക്ക് വേണ്ടി കരുതും. He is a God who cares for you. നമ്മുടെ മാതാപിതാക്കൾ കരുതിയതിനേക്കാൾ സ്വന്തക്കാർ കരുതിയതിനേക്കാൾ ശക്തമായി അവൻ നിനക്ക് വേണ്ടി കരുതും. More than your parents and more than your relatives, he cares for you. ഒരിടത്തും കുറവില്ലാതെ അവൻ കരുതും. And he will sustain you without lack in every circumstance. പത്രോസിന് മനസ്സിലായി ഇവൻ കരുതുന്നവനാ. So when Peter observed Jesus carefully, he understood he is a caring father. യേശുവിന്റെ ഒരു അർത്ഥ സഹോദരൻ, യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബ്രദർ ഉണ്ട്, പേര് ജൂദ, നോട്ട് ഇസ്കറിയോത്ത് യൂദ. He had his half brother Jude. അദ്ദേഹമാണ് ലേഖനം എഴുതിയത്. He is his half brother Jude wrote the epistle of Jude. അദ്ദേഹം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. And Jude observed Jesus carefully. അതിന്റെ 1-ാം അധ്യായം 24-ാമത്തെ വാക്യം, വീഴാതെ വണ്ണം അവൻ നിങ്ങളെ സൂക്ഷിക്കും. And he said he is able to keep you without stumbling. യൂദായിക്ക് മനസ്സിലായി, ചെറുപ്പം തൊട്ട് ഞാൻ കാണുന്നുണ്ട് യേശുവിന്റെ കൂടെ 3.5 വർഷം നടന്നിട്ടുണ്ട്, ഇത്രയും പ്രായമായപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നോക്കുന്നുണ്ട് ഇവനെ നോക്കണം, ഒരിടത്തും വീഴാൻ അവൻ അനുവദിക്കത്തില്ല. ഇന്ന് നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താനുണ്ട്. നിന്നെ വീഴാതെ സൂക്ഷിക്കുന്ന ഒരുത്തൻ എന്ന് വരെയാ സൂക്ഷിക്കുന്നതെന്ന് അറിയാമോ? നീ അവിടെ ചെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ആനന്ദത്തോടെ നൃത്തം ചെയ്യുന്നത് വരെ അവൻ നിന്നെ സൂക്ഷിക്കും. He is able to keep you from stumbling and make you stand in the presence of his glory blameless and with great joy. ഈ സന്തോഷമുണ്ടല്ലോ, are you happy? ഇത് കുറയാൻ അവൻ അനുവദിക്കത്തില്ല. He will not allow your joy to go down. എല്ലാ ദിവസവും ഇത് വർദ്ധിക്കും. It will keep increasing, joy unspeakable.